കോഴിക്കോട് ലോ കോളേജിൽ വിഭജന ഭീതി ദിനാചരണം നടത്താൻ ABVP ദിനാചരണത്തിനെതിരെ SFI, KSU, MSF പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥയുടെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് തത്സമയം കോഴിക്കോട് ലോ കോളേജിൽ നിന്ന്. നിഖിൽ, ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, നമുക്കിപ്പോൾ ലോ കോളേജിന് മുന്നിൽ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ABVP പ്രവർത്തകർ ഈ ക്യാമ്പസിനുള്ളിൽ ഗവർണറുടെ ആഹ്വാനപ്രകാരം ഈ പരിപാടി നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളേജിന് മുന്നിൽ നിൽക്കുന്നു. അതായത് അവരുടെ പ്രധാന കവാടത്തിന് മുന്നിൽ നിൽക്കുന്നു. ഒരു ഭാഗത്തെ SFI, KSU, MSF പ്രവർത്തകർ, ഇരുഭാഗത്തെ ABVP പ്രവർത്തകർ. അങ്ങനെ ഇരുവിഭാഗവും തമ്മിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ പ്രതിരോധിക്കാൻ, അതിന് പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്താൻ പോലീസ് ശ്രമം നടത്തുമ്പോൾ പോലീസുമായി പ്രവർത്തകർ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ മാത്രം പോലീസ് അടക്കി നിർത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI, KSU, MSF പ്രവർത്തകർ ഒരു ഭാഗത്ത് പ്രതിഷേധമുയർത്തുന്ന സാഹചര്യം നമുക്ക് കാണാനാകുന്നത്. വിഭജന ഭീതി അനുസ്മരണം ഈ ക്യാമ്പസിൽ നടത്താൻ അനുവദിക്കില്ല എന്നാണ് KSU, MSF, SFI പ്രവർത്തകർ പറയുന്നത്. അതിന്റെ ഭാഗമായി അവർ ഒരു ഭാഗത്ത്, റോഡിന്റെ ഒരു ഭാഗത്ത് അവർ തമ്പടിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ABVP പ്രവർത്തകർ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. എന്നിരിക്കെ പോലും അവർ ക്യാമ്പസിനകത്ത് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ ഇവിടെ നിലയുറപ്പിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇവർ രണ്ട് വിഭാഗവും നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രൂരമായിട്ട് കൊല്ലപ്പെടുകയും 2 കോടിയിലേറെ ആളുകൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്ത അതിഭീകരമായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് ഇത് വിദ്യാർത്ഥികൾ പഠിക്കും. ഇവരെ ഇപ്പോൾ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ABVP പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അവരുടെ ഭാഗത്തു നിന്ന് ചെറിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുണ്ട്. എന്നിരിക്കെ പോലും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ ക്യാമ്പസിന് മുന്നിൽ ഇരുവിഭാഗവും ഒരുമിച്ചൊരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പോലീസ് നടത്തിയിരുന്നത്. ക്യാമ്പസിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും ലോ കോളേജിന് മുന്നിൽ KSU, ABVP, SFI പ്രവർത്തകർ തമ്പടിക്കുന്നു. ഒരു ഭാഗത്ത് അതിന് നേരെ അഭിമുഖമായിക്കൊണ്ട് ABVP പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരെ ഇപ്പോഴിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഉന്മേഷ്, ഈ ഔദ്യോഗികമായി ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇതിന് എതിരാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു സർക്കുലർ ഉണ്ട്. അപ്പോൾ ഈ ജില്ലയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ പരിപാടികൾ നടക്കുന്നുണ്ടോ? ഈ ലോ കോളേജിൽ മാത്രമാണോ ഇത്തരത്തിൽ ABVP അവരുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ദിനാചരണം സംഘടിപ്പിക്കുന്നത്? പക്ഷേ ABVP ശക്തമായ ക്യാമ്പസുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ക്യാമ്പസുകളിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശം ലംഘിച്ച് ജില്ലയിൽ ചില ക്യാമ്പസുകളിലെങ്കിലും പരിപാടികൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ലോ കോളേജിൽ മാത്രമാണ് ആ ഒരു പരിപാടി ആരംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അപ്പോൾ തന്നെ പോലീസ് സേന ഇവിടേക്ക് എത്തിച്ചേരുകയും അവർ കൃത്യമായ രീതിയിൽ പ്രവർത്തകരെ ഇരുഭാഗത്തേക്കും വിഭജിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നേരിട്ടുള്ളൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഇപ്പോൾ ABVP പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട്. ഉന്മേഷ്, ശരി, ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ആയി വന്നിരിക്കുന്നു. ABVP പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കി കഴിഞ്ഞിരിക്കുന്നു. നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.